ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി നമ്മൾ അടിപൊളിയായിട്ടുള്ള 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അതിന് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്യാബേജാണ്. ഒരു പിടി ക്യാബേജ് ഉണ്ടെങ്കിൽ നമുക്ക് 4 മണിക്ക് അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പിടി അരിഞ്ഞ ക്യാബേജ് നീളത്തിൽ അരിഞ്ഞാണ് കേട്ടോ. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി കട്ട് ചെയ്ത് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞത് കട്ട് ചെയ്തിടുക. പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ആവശ്യത്തിനെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനല്ല ആവശ്യമുള്ളതല്ല, അതിനകത്ത് കുറച്ച് സാധനങ്ങൾ കൂടി അഡീഷണൽ വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി കൂടുതൽ ഉപ്പ് ഇടുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ആ ഇഞ്ചിയുടെയും സവാളയുടെയും ഒക്കെ കണ്ടൻറ്റ് മൊത്തത്തിൽ മിക്സ് ആവത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് കൈ വെച്ച് ഞരടി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന ആ സ്പൂണിന് 1 ടേബിൾ സ്പൂണാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൈദയോ ഗോതമ്പ് പൊടിയോ യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ കടലപ്പൊടിയില്ലേ, അതാണെങ്കിൽ യൂസ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം ഈവൻ ആയിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഓരോന്നിടുമ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടി പറയണത്. അതിനുശേഷം നന്നായിട്ടൊന്ന് കൈവച്ച് ഞെരടിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ എടുക്കുമ്പോഴത്തേക്കും കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അത് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിക്കുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, വീണ്ടും ചൂട് വെള്ളം ഒഴിക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെടുക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ അവിടെ വെള്ളത്തിൻ്റെ അളവ് പറയണില്ല. അപ്പോൾ ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊരു അരമണിക്കൂർ സമയം വയ്ക്കാം. നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കാം. റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കുക. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാവ്, ആ മിക്സ് ഇതുപോലെ ഇതിലേക്ക് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് 2 എണ്ണ മാത്രമാണ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുള്ളൂ. അതിന് മുമ്പ് ഞാൻ ബാക്കിയെല്ലാം ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെ 2 എണ്ണ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.